Good morning to all. Today we are going to discuss the chapter Cash Management covering under Module 2. In this chapter we are going to covering the areas which to understand the nature of cash, motives or basic needs for holding cash, what are the factors determining cash requirements of a business firm, and the essentials of cash management. Moving on to the nature of cash. As we already known, cash is the most liquid current asset of a firm. In our textbook, look at the portion of introduction of cash management given in this textbook. How much cash a business firm should keep in liquid form is a difficult question, the solution for which depends on a lot of parameters. Though it's difficult to precisely determine the amount of cash balance required at any time, a business concern must have a clear idea about the range within which the cash balance may vary. അവിടെ പറയുന്നത് ലിക്വിഡ് ഫോമിൽ എത്രത്തോളം ക്യാഷ് ബിസിനസ് ഫേം കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ക്ലിയർ കട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. Because it depends on various parameters or various factors as set up. Though it is difficult to precisely determine the amount of cash balance required at any time. അപ്പോൾ ഏതൊരു സമയത്ത് നമുക്ക് എത്രത്തോളം ക്യാഷ് ആവശ്യമാണ് ഓരോ ഓപ്പറേഷൻ, അത് കറക്റ്റ് ആയിട്ട് ഇത്ര ക്യാഷ് എമൗണ്ട് മതി നമുക്ക് ഒരിക്കലും പ്രിസൈസ്ലി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. So in that situation, a business concern must have a clear idea about the range within which cash balance may vary. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ബിസിനസ് കൺസേണെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയർ കട്ട് ഐഡിയ അവർക്ക് ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ചാണ്? അബൌട്ട് ദ റേഞ്ച് വിതിൻ വിച്ച് ക്യാഷ് ബാലൻസ് മേ വേരി. ക്യാഷ് ബാലൻസിൽ വരാവുന്ന വേരിയേഷൻ എത്രത്തോളം ആയിരിക്കും. അതിപ്പോൾ ഡിസ്പേഴ്സ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിലും റിസീപ്റ്റ് പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിലും എന്നാ ഒരു വേരിയേഷൻ അവിടെ ഉണ്ടാകാം. അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു റേഞ്ച്, ഒരു ക്ലിയർ ഒരു ആക്യുറേറ്റ് ഫിഗർ അവിടെ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ക്ലാസ് ഓഫ് ഫിഗർ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് ക്യാഷ് ബാലൻസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. A company which adopts a policy of keeping very little cash balance will face a lot of difficulties in its routine functioning. At the same time, too much cash balance will definitely affect the profitability of the business. അവിടെ പറയുന്ന പോലെ തന്നെ വളരെ കുറച്ച് ക്യാഷ് ബാലൻസ് മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ, ആ ഒരു രീതിക്കുള്ളൊരു പോളിസിയാണ് കമ്പനി ഫോളോ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് അല്ലെ ഡേ ടു ഡേ റുട്ടീൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ സഫീഷ്യൻറ്റ് ക്യാഷ് ബാലൻസ് അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് സഫീഷ്യൻറ്റ് ക്യാഷ് റിക്വയർമെന്റ്സ് പോരാതെ വരും. അറ്റ് ദ സെയിം ടൈം അതുപോലെ തന്നെ നേരെ മറിച്ച് ടൂ മച്ച് ക്യാഷ് ബാലൻസ്, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുവാണ് എന്ന് വരികിൽ അതെന്തിനെ അഫക്റ്റ് ചെയ്യും? വിച്ച് വിൽ അഡ്വേഴ്സ്ലി അഫക്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി അതെന്ത് ചെയ്യും? അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യുമെന്നുള്ള രീതിക്കാണ് പറയുന്നത്. Therefore, അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഈ രണ്ട് സിറ്റുവേഷൻസിനും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു നെഗറ്റീവ് റിമാർക്സ് ഉള്ള ഈ രണ്ട് സിറ്റുവേഷൻസും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് a finance manager must determine the level of optimum cash balance which will sufficiently enough to run the business smoothly. അപ്പോൾ സ്മൂത്ത് ആയിട്ട് ബിസിനസ് ഒരു കുഴപ്പവും കൂടാതെ റൺ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഇന്നഫ് ഫണ്ട് എത്രയാണോ
അതിന് ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിക്വയർമെന്റ്സ് സഫീഷ്യൻ്റ്ലി മീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫിനാൻസ് മാനേജറുടെ ഉത്തരവാദിത്തപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ക്യാഷ് ബാലൻസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അല്ലെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് വെരി ലിറ്റിൽ ഓർ ടു മച്ച്. In that point of view, we can say that cash management is an art of synchronizing cash receipts and cash payments, ensuring smooth functioning of a concern. അപ്പോൾ ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ആർട്ടായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. എങ്ങനെയാ? സിങ്ക്രണൈസിങ് ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്, ക്യാഷ് റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്പേഴ്സ്മെന്റ്സ് സിങ്ക്രണൈസ് ചെയ്ത് പോകുന്ന ഒരു ആർട്ട് ഓഫ് പ്രോസസ് ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? ക്യാഷ് മാനേജ്മെന്റിനെ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യത്തിനകത്ത് ഒരു ലിമിറ്റേഷനോ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസോ ഒന്നും ഇല്ലാതെ ചുമ്മാ വാരി വലിച്ച് പേയ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ഇൻകർ ചെയ്യുക, അല്ലെങ്കിൽ റിസീപ്റ്റ്സ് വരുന്നതിനൊന്നും പ്രത്യേകിച്ച് ഒരു നോട്ടിംഗ് ഡൗണിങ് കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് വരികയിൽ നമുക്ക് ആക്യുറേറ്റ്ലി അത് എത്രത്തോളം എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരും. ദസ് എഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് ക്യാഷ്. അപ്പം ക്യാഷ് എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ടു പ്രൊവൈഡ്സ് എ ട്രേഡ് ഓഫ് ഓർ ബാലൻസിങ് ബിറ്റ്വീൻ ലിക്വിഡിറ്റി പൊസിഷൻ ആൻഡ് ദ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ഓഫ് ദി ഫേം. അപ്പം എഫിഷ്യൻ്റ്ലി ക്യാഷ് മാനേജ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലിക്വിഡിറ്റി പൊസിഷനും അതേപോലെ തന്നെ. അപ്പോൾ ഈ പറഞ്ഞ വേർഡിങ്ങിൽ നിന്ന് മറ്റൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if it is not possible by the firms for maintaining efficient cash management, either liquidity problem arises or a profitability problem arises relating on the situation faced. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Moving on to the second paragraph discussed in this book, we can see that in financial management perspective, cash consists of liquid cash and cash equivalents. ക്യാഷും നമ്മുടെ കൈവശമുള്ള ക്യാഷും ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുമ്പോൾ ചെക്ക്, ഡ്രാഫ്റ്റ്, ഡിമാൻഡ് ഡിപ്പോസിറ്റ്, മറ്റ് കറൻസീസുകളൊക്കെയാണ് ക്യാഷിന് തുല്യമായിട്ട് നമുക്ക് കണക്കാക്കുന്നത്. അപ്പം ക്യാഷ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ക്യാഷ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്നുള്ള രീതിക്കാണ് ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കണക്കാക്കുന്നത്. ഓർ ഇൻ അതർ വേർഡ്സ്, മറ്റൊരു രീതി പറഞ്ഞാൽ അവിടെ ഒരു പുതിയൊരു വേർഡിങ് അവിടെ വരുന്നുണ്ട്, നിയർ ക്യാഷ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ. നിയർ ക്യാഷ് അസറ്റ്സ് we can also count it as it as a cash while taking decisions regarding cash management. അപ്പോൾ ക്യാഷ് മാനേജ്മെന്റിനെ റിഗാർഡ് ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഈ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷിൻ്റെയോടൊപ്പം തന്നെ നിയർ ക്യാഷ് അസറ്റ്സിനെയും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെ ക്യാഷ് ഇക്വലൻസിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ക്യാഷ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ബാങ്ക് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് or investment in marketable securities are representing near cash assets. അപ്പം ഞാൻ അവിടെ പറഞ്ഞ വേർഡിങ് നിയർ ക്യാഷ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ it is considered as, or we can say it is an example like marketable securities and time deposits with banks are considered to equivalent to cash. അങ്ങനെ പറയാൻ കാരണം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഏത് സമയത്തും നമുക്ക് ലിക്വിഡ് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷ്. അപ്പൊ അത് നമുക്ക് ഏത് സമയത്തും ക്യാഷിന് ആവശ്യം വരുന്ന ഏത് സമയത്തും നമുക്ക് ലിക്വിഡ് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ ക്യാഷ് ഇക്വലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സിമിലർലി, ടൈം ഡിപ്പോസിറ്റ് ക്യാൻ ഓൾസോ ബി വിത്ഡ്രോൺ ആൻഡ് കൺവേർട്ടഡ് ഇൻടു ക്യാഷ് അറ്റ് എനി മൊമെന്റ്. ടൈം ഡിപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക് ഓർ ഡിമാൻഡ് ഡിപ്പോസിറ്റ് വിത്ത് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഡിപ്പോസിറ്റ് നടത്തി അറ്റ് എനി മൊമെന്റ് നമുക്ക് ക്യാഷ് അത് വിത്ഡ്രോൺ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ വിത്ഡ്രോൺ ചെയ്ത് നമുക്ക് ക്യാഷ് ആ ഇൻവെസ്റ്റ്മെന്റിനെ, ബാങ്ക് ഇൻവെസ്റ്റ്മെന്റിനെ എന്ത് ചെയ്യാൻ, അല്ലെ ഡിപ്പോസിറ്റിനെ നമുക്ക്
ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇൻ ഷോർട്ട് we can say that cash management deals with the management of cash and near cash assets. Near cash assets which include demand deposits and marketable securities. Then moving on to the next area covering motives or basic needs for holding cash. It's an important question which is repeatedly asked in the university exams. Moving on to the description in textbook, we can see that every firm must maintain a minimum cash balance always, though the amount may vary depending upon factors influencing the quantum of cash required. ഏതൊരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിമം ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏതൊരു ഫേമിൻ്റെയും ഉത്തരവാദിത്തമാണ്. പിന്നെ റിക്വയർമെന്റ് അനുസരിച്ച് ആ ക്വാണ്ടം ഓഫ് ക്യാഷിൽ വേരിയേഷൻസ് ഉണ്ടാകാം. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഓർ ദി ഇൻഫ്ലുവൻസിങ് പാരാമീറ്റേഴ്സ് ആസ് ദ കേസ് മേ ബി. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഫേംസ് ഹാവ് ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് ഇൻ ഹോൾഡിംഗ് ക്യാഷ്. ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട് ബിസിനസ് ഫേംസിൽ. ഓരോരുത്തർക്കും ഓരോ ഒബ്ജക്റ്റീവ് ആയിരിക്കാം ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി. Such objectives behind holding cash may be different as stated below. ആ ബേസിക് നീഡ്സിനെ കുറിച്ച് അല്ലെ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് ബൈ ബിസിനസ് ഫേംസ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ മോട്ടീവ്സ് ഓർ ഫോർ ബേസിക് നീഡ്സ് ആണ് നമ്മളിവിടെ ഷോക്കേസ് ചെയ്യുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുമ്പോൾ എവരി ബിസിനസ് ഫേംസ് നീഡ് എ മിനിമം ക്യാഷ് ബാലൻസ് ടു മീറ്റ് daily transaction requirements. Transaction motive ആണ് ഒരു ബിസിനസ് ഫേമിന്റെ എങ്കിൽ അവര് ഹോൾഡ് അതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ മോട്ടീവ് ഉള്ള ബിസിനസ് ഫേംസ് ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? To meet their daily transaction requirements. Routine transaction requirements അല്ലെങ്കിൽ routine transactions അല്ലെങ്കിൽ day-to-day transactions ഓപ്പറേഷൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ട് വരുന്ന ക്യാഷ് അല്ലെ അതിന് ആവശ്യമായിട്ട് വരുന്ന ക്യാഷ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നെങ്കിൽ ആ ഒബ്ജക്റ്റീവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡെയിലി ട്രാൻസാക്ഷൻ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആസ്തേറ്റ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്ലൈസിന് പൈസ പേയ്മെന്റ് അടക്കേണ്ടത്, സർവീസ് ഹയർ ചെയ്യുമ്പോൾ അതിന് ഹയർ ചാർജിങ് കൊടുക്കേണ്ടത്, ജനറൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം, വേജസ്, സാലറീസ്, റെന്റ് ആൻഡ് റേറ്റ്സുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നതൊക്കെയാണ് ഡേ ടു ഡേ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് റിക്വയർമെന്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെയിലി ട്രാൻസാക്ഷൻ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാഷ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനത്തെ ടൈപ്പ് ഓഫ് മോട്ടീവ് ആണ്? ട്രാൻസാക്ഷൻ മോട്ടീവ് ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then the second motive is precautionary motive. Precautionary motive states hold cash to meet any future contingencies leading to emergency cash requirements. പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുകയാണ്, പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ, പെട്ടെന്ന് ഇത്ര രൂപയുടെ ക്യാഷിന്റെ ആവശ്യം വരികയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടിജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ കണ്ടിജൻസി സിറ്റുവേഷനിലെ ക്യാഷ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ക്യാഷ് അല്ലെ ക്യാഷ് ഹോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എൻ എസെൻഷ്യൽ വൺ ഫോർ എ ബിസിനസ് കൺസേൺ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സഡൻ പെട്ടെന്നൊരു സ്ട്രൈക്സ്, സമരങ്ങൾ വരാം, അല്ലെ നാച്ചുറൽ കലാമിറ്റീസ്, റോ മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകളൊക്കെ കമ്പനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ മേ നെസസിറ്റേറ്റ് മോർ എമൗണ്ട് ഓഫ് ലിക്വിഡ് ക്യാഷിന്റെ ആവശ്യം അവർക്ക് വരുന്നു.
അപ്പോൾ ഇത്തരത്തിലുള്ള അൺപ്രഡിക്റ്റബിൾ ഓർ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ് ഇത്തരത്തിലുള്ള മിനിമം ക്യാഷ് ബാലൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രിക്കോഷണറി സിറ്റുവേഷൻസ് ഓർ പ്രിക്കോഷണറി ഓർ അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻസിൽ ഫേസ് ചെയ്യുന്ന അല്ല ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ക്യാഷ് അല്ലെ അതിന് വേണ്ടിയിട്ട് ഒരു മിനിമം ക്യാഷ് ബാലൻസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പ്രിക്കോഷണറി മോട്ടീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the third one is speculative motive. It states that hold cash to take advantage of unexpected opportunities. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഉണ്ടാകുന്ന അവസരങ്ങളെ അത് വിനിയോഗിച്ച് അതിലൂടെ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന ഈ ഉദ്ദേശമാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. ലൈക്ക് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ വേ ഓഫ് following short-term investment opportunities which arise in course of business. അപ്പം ബിസിനസ്സിനിടയിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുകൾ എല്ലാം കമ്പനിക്ക് വരികയാണെന്ന് വരികിലും ആ ഓപ്പർച്യൂണിറ്റി ബെറ്റർലി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, അതാണ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അവരുടെ മുമ്പാകെ വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ബെറ്റർലി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് എന്തുണ്ടായിരിക്കണം? ഫണ്ട് ഉണ്ടായിരിക്കണം, ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സസ് അല്ലെങ്കിൽ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞു, ടെമ്പററി ഫോൾ ചെയ്തു എന്നപ്പോൾ നമ്മൾ കേട്ടു എന്ന് വിചാരിക്കുക അല്ലെ, ഒരു ന്യൂസ് ഇമ്പാക്റ്റിലൂടെ നമ്മളത് കറന്റ് മാർക്കറ്റ് പ്രൈസ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് റെഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ കേൾക്കുന്നു. അങ്ങനെ വരുന്ന അവസരത്തിൽ വിതൗട്ട് എനി ഫണ്ടമെന്റൽ റീസൺസ്, റൈറ്റ്. അപ്പോൾ ഒരു ഗുഡ് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ മിനിമം ക്യാഷ് ബാലൻസ് ഗുഡ് ഹെൽത്തി ക്യാഷ് ബാലൻസ് ഉള്ള ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഷെയർ മാർക്കറ്റിലേക്ക് അവർക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഏത് സിറ്റുവേഷനിലാണ്? ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അപ്പൊ റിലയബിൾ ഷെയർസ്, അപ്പൊ അവരുടെ കൈവശമുള്ള ഈ ഗുഡ് ക്യാഷ് ബാലൻസ്, അപ്പൊ ആ ക്യാഷ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് റിലയബിൾ ആയിട്ടുള്ള ഷെയർസുകൾ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം അല്ലെ. ഷെയർസ് ഈ ക്യാഷ് ബാലൻസിനെ റിലയബിൾ ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്താ പറ്റുന്നത് അല്ലെ, എന്താ അവിടെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? ഇപ്പൊ കുറഞ്ഞിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് പിന്നീട് ഒരു അവസരത്തിൽ ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് മാർക്കറ്റിലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വില ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അവർക്ക് എന്ത് ചെയ്യാം? നേരത്തെ നടത്തിയ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിസിൽ അവർക്ക് ഗുഡ് റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റുന്നു? അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ആ ഒരു റിട്ടേണിങ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും അവർ എക്സ്പെക്ട് ചെയ്ത തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ല. അവർക്ക് മുമ്പിലേക്ക് വന്ന അൺഎക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി അവർ ബെറ്റർലി യൂട്ടിലൈസ് ചെയ്യുന്നു ബൈ വേ ഓഫ് ഓർ ബൈ യൂസിങ് സഫീഷ്യന്റ് ക്യാഷ് ബാലൻസ്. ആ ഒരു രീതിക്ക് ഒരു ഗുഡ് റിട്ടേൺ എൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സിമിലർലി പറയുവാണെന്ന് വരികിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് സംഭവിക്കുക, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സുകൾ വരുന്നത്, അതുപോലെ തന്നെ ബൾക്കായിട്ട് റോ മെറ്റീരിയൽസ് മേടിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, പ്രൈസ് ഫോളിംഗ് സിറ്റുവേഷൻസുകൾ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകളെല്ലാം തന്നെ എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ അല്ലെ ബിസിനസ് ഫേംസിന്റെ കയ്യിൽ ഇനഫ് ഫണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറഞ്ഞ പോലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, ഒരു മോണിറ്ററി അഡ്വാൻറ്റേജ് അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള സ്പെക്യുലേറ്റീവ് മോട്ടീവ്സിലൂടെ എന്താണ് ബിസിനസ് മോട്ടീവ്സുകൾ ആഗ്രഹിക്കുന്ന അല്ലെ എക്സ്പെക്ട് ചെയ്യുന്ന ബിസിനസ് ഫേംസിനെ സംബന്ധിച്ചിടത്തോളം മോർ ലിക്വിഡ് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഉദ്ദേശിക്കുന്നത്. Then the last case is compensatory motive, which shows that to hold a minimum balance of cash always, എപ്പോഴും ഇത്ര ബാലൻസ് ഓഫ് എമൗണ്ട് കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്
എന്താണ് ഒരു റൂൾ ആയിട്ട് അല്ലെ ഒരു കണ്ടീഷൻ ആയിട്ട് അവിടെ പറയുന്ന കേസ്. അതായത് ബാങ്കിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് തുറന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ബാലൻസ് ഇത്ര രൂപ, നമ്മൾ എത്ര വിഡ്രോൺ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മിനിമം ബാലൻസ് ഇത്ര രൂപ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിഡ്രോൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ബാങ്ക് മേ ഇൻസിസ്റ്റ് ബിസിനസ് ഫേംസ് ടു മെയിൻറ്റെയിൻ എ മിനിമം ബാലൻസ് ഓൾവേസ്. അതാണ് കോമ്പൻസേറ്ററി മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓൾമോസ്റ്റ് ഓൾ ബാങ്ക്സ് റിക്വയർ ദെയർ കസ്റ്റമേഴ്സ് ടു മെയിൻറ്റെയിൻ ആവറേജ് മിനിമം മന്ത്ലി ബാലൻസ്. ഇപ്പോൾ ഒരു ആവറേജ് മിനിമം മന്ത്ലി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവരുടെ കസ്റ്റമേഴ്സിനോട് ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക്സും പറയാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ആ ബാങ്ക് ആ മിനിമം ബാലൻസിനെ എന്താക്കി കൺസിഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് എ കുഷ്യൻ ടു അബ്സോർബ് എനി ലോസ് ടു ദം ഡ്യൂ ടു ഫ്ലക്ച്വേഷൻ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ലോൺ. അപ്പൊ ലോണിൽ വരുന്ന ലോൺസ് എടുത്തതിലെ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നു, ആ ഫ്ലക്ച്വേഷൻസ് മുഖാന്തരം എന്തെങ്കിലും ലോസ് അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി, അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മിനിമം ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ഈ മിനിമം അക്കൗണ്ട് ബാലൻസ് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് മിനിമം ബാലൻസ് മേ നോട്ട് ക്യാരി ആൻ ഇൻട്രസ്റ്റ് ഓഫ് ലോൺ. കാരണം എന്താ, അത് അങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നതിന്റെ കാര്യം മിനിമം ബാലൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മിനിമം ബാലൻസ് ആയിട്ട് കിടക്കുന്നതിന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇൻട്രസ്റ്റ് ഒരിക്കലും ചാർജ് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, സോ ഇറ്റ് സേസ് ദാറ്റ് എമൗണ്ട് ഓഫ് ലിക്വിഡ് ക്യാഷ് കെപ്റ്റ് വിത്ത് ബാങ്ക്. ബാങ്കിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള അല്ലെ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മിനിമം ലിക്വിഡ് ക്യാഷ് എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കോമ്പൻസേഷൻ ഫോർ ദി സർവീസസ് റെൻഡേർഡ് ബൈ ബാങ്ക് ടു ബിസിനസ്. ഇപ്പൊ ബാങ്ക് ബിസിനസ് ഫേംസിന് അല്ലെ അവർ കസ്റ്റമേഴ്സിന് റെൻഡർ ചെയ്യുന്ന സർവീസുകൾ മുഖാന്തരം എന്തെങ്കിലും നഷ്ടങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെന്ന് വരികിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്, ആ ഒരു ലോസ് അബ്സോർബ് ചെയ്യാനായിട്ടാണ് ഈ ഒരു കോമ്പൻസേഷൻ എമൗണ്ട് ആയിട്ട് എന്തിനെ കണക്കാക്കുന്നത്, ഈ മിനിമം അക്കൗണ്ട് ബാലൻസിനെ അവിടെ കണക്കാക്കുന്നത്. ഓക്കെ, സോ ഇൻ ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഹോൾഡിംഗ് എ മിനിമം ക്യാഷ് ബാലൻസ് ഓൾസോ ഈസ് കൺസിഡേർഡ് ആസ് ആൻ കോമ്പൻസേഷൻ പാക്കേജ്. അപ്പൊ ഇങ്ങനെ 4 മോട്ടീവ്സ് അല്ലെ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന് പല ആവശ്യങ്ങൾ അല്ലെങ്കിൽ പല ഉദ്ദേശങ്ങൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിക്ചറൈസ് ചെയ്തു. ഒന്ന്, വി ക്യാൻ സമ്മറൈസ് ദാറ്റ് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുമ്പോൾ ഹോൾഡ് ക്യാഷ് ടു മീറ്റ് ഡെയിലി ട്രാൻസാക്ഷൻ റിക്വയർമെന്റ്സ്. പ്രിക്കോഷണറി മോട്ടീവ് ഹോൾഡ് ക്യാഷ് ടു മീറ്റ് എനി ഫ്യൂച്ചർ കണ്ടിജൻസീസ്. In speculative motive, holding cash to take advantage of unexpected opportunities faced. And last, the compensatory motive, hold a minimum balance of cash always. Then moving on to the factors determining cash requirements. Following are the important factors affecting cash requirement of a firm. ഒരു ഫേമിന്റെ ബിസിനസ് കൺസേണിന്റെ ക്യാഷ് റിക്വയർമെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സ് ഓർ ഡിപ്പെൻഡിങ് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. If the inflows of cash are happening just at the time when the cash is required for payment, then no cash balance is required. അപ്പോൾ പേയ്മെന്റ് നടത്തേണ്ട സമയം അല്ലെ പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാഷ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴാണോ അതേ സമയത്ത് തന്നെ ആയിരിക്കാം ക്യാഷ് ഇൻഫ്ലോയും എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്, എറേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ അല്ലെ ക്യാഷ് റിസീപ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എത്രയാണോ അതിൽ നിന്ന് ക്യാഷ് ഡിസ്പേഴ്സ്മെന്റ്സ്, ക്യാഷ് പേയ്മെന്റ് ലൈക്ക് ഡിസ്പേഴ്സ്മെന്റ്സ് നമ്മൾ മീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വല്ലതും ക്യാഷ് ബാലൻസ് മിച്ചം വരുന്നുണ്ടോ ഇല്ലയോ നമ്മൾ അറിയുന്നത്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോയിൽ നിന്നാണ് ക്യാഷ് ഔട്ട്ഫ്ലോ അവിടെ മീറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യാഷ് ബാലൻസ് നമ്മൾ പേയ്മെന്റ് മീറ്റ് ചെയ്യാനായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മാറ്റി വെക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. പക്ഷേ ബട്ട് ദിസ് സെൽഡം ഹാപ്പൻസ്
ആൻഡ് പക്ഷേ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും അവിടെ ഉണ്ടാകുന്നു. പക്ഷേ നോർമലി ദർ ഈസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ക്വാണ്ടം ആൻഡ് ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ രീതിയിൽ എപ്പോഴും ആ ഒരു ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോയുടെ ടൈമിംഗ് ഒരുപോലെ വരണമെന്ന് നിർബന്ധമില്ല. അതായത് കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ പേയ്മെന്റ് നമുക്കൊരു 10,000 രൂപയുടെ പേയ്മെന്റ് കൊടുക്കേണ്ട സപ്ലയർക്ക് കൊടുക്കേണ്ട ഒരു ടൈം വരുന്നു എന്ന് വിചാരിക്കുക. ക്രെഡിറ്റ് ബേസിസിൽ ഉള്ള ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയതിന്റെ പേരിൽ സപ്ലയർക്ക് ഒരു 10,000 രൂപ കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ ആ 10,000 റുപ്പീസ് പേ ചെയ്യേണ്ട ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഒരു 10,000 റുപ്പീസിന്റെ ഒരു ക്യാഷ് റിസീപ്റ്റ് നമുക്ക് കിട്ടുവാണെന്ന് വരികിൽ നമുക്ക് ആ റിസീറ്റ് ആൻഡ് പേയ്മെന്റിനെ ടാലി ചെയ്തങ്ങ് പോകാൻ പറ്റും. എന്നാൽ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അതേ സെയിം എമൗണ്ട് ഓഫ് റിസീപ്റ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരികിൽ അവിടെ എന്തുണ്ടാവും? ഒരു മിസ്മാച്ചിങ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് നീഡ് നോട്ട് മാച്ച് എവരി ഡേ. എല്ലാ ദിവസവും അത് മാച്ചിങ് പോയിന്റിൽ വരണമെന്ന് നിർബന്ധമില്ല. Therefore, it becomes inevitable for a firm to maintain some cash reserve to offset such imbalance. അപ്പോൾ ആ ക്യാഷ് ഇൻഫ്ലോയിലും ക്യാഷ് ഔട്ട്ഫ്ലോയും വരുന്ന ആ മിസ്മാച്ചിങ് അല്ലെ ആ ഒരു ഇംബാലൻസ് ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ബിസിനസ് ഫേംസിനെ സംബന്ധിച്ചിടത്തോളം സം ക്യാഷ് റിസർവ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു ക്യാഷ് റിസർവ് ബാലൻസ് റിക്വയർഡ് ആയിട്ടുണ്ടെങ്കിലേ നമുക്ക് ഈ വരുന്ന ഔട്ട്ഫ്ലോ ഇൻഫ്ലോ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് ഇതിലൂടെ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് ആണ്. അപ്പോൾ ഡെയിലി ക്യാഷ് റിക്വയർമെന്റ്സിനെ കുറിച്ചൊരു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടണം എന്നൊരിക്കൽ നമുക്ക് ബിസിനസ് ഫേമിന്റെ ക്യാഷ് ബഡ്ജറ്റ് നോക്കിയാൽ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ അവിടെ കിട്ടും അബൌട്ട് ഡെയിലി ക്യാഷ് റിക്വയർമെന്റ്. അതായത് ഡെയിലി എന്തുമാത്രം വരവുണ്ട്, പേയ്മെന്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാൻ പറ്റും. കൂടാതെ തന്നെ along with the cash budget analysis, further we have to consider the past experiences and the emerging situations also, which will help the financing manager to forecast future cash requirements. Then the second point is cost of cash balance. Cost of cash balance എന്ന് പറയുമ്പോഴത്തേക്ക് finance manager must consider two types of cost while deciding optimum cash balance. ഒരു ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് ഡിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ, ഒപ്റ്റിമം ബാലൻസ് ക്യാഷ് ബാലൻസ് എന്ന് പറയുമ്പോൾ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ്? ഫേമിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ ആൻഡ് ദ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ട്രേഡ് ഓഫ് ചെയ്ത് പോകുന്ന രീതിക്ക് ഒരു ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് അവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് അവിടെ സെറ്റ് ചെയ്യുന്നതിന് എത്രത്തോളം ഒരു ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ഡിസിഷൻ അവിടെ എടുക്കുന്ന സമയത്ത് ഫിനാൻസ് മാനേജർ കൺസിഡർ ചെയ്യേണ്ടത് രണ്ട് ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ്. ഒന്ന് കോസ്റ്റ് ഓഫ് ക്യാരിയിങ് ക്യാഷ് ആൻഡ് കോസ്റ്റ് ഓഫ് നോട്ട് ക്യാരിയിങ് ക്യാഷ് എന്ന് പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, ദീസ് ആർ ദ റിലവന്റ് കോസ്റ്റ് in deciding the cash requirement of a firm. Cost of carrying cash and a cost of non-carrying cash. So companies make suitable temporary investment in marketable securities to balance these two assets, because shortage of fund can be met by selling the securities, while excess cash can be immediately reinvested in such securities themselves. അപ്പോൾ ഈ രണ്ട് കോസ്റ്റുകളും ബാലൻസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ഓപ്റ്റ് ചെയ്യും? ഫോർ ദ ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഓർ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ അവരെന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അപ്പൊ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിലേക്ക് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തുമ്പോൾ അപ്പൊ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേൽപ്പറഞ്ഞിട്ടുള്ള രണ്ട് കോസ്റ്റുകളെ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്.
കാരണം അവിടെ പറയുന്നുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് അവിടെ വരുവാണ്, ഈ രണ്ട് കോസ്റ്റ് തമ്മിൽ എന്താണ് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഷോർട്ടേജ് ആണ്, ഫണ്ടിന്റെ ഒരു ഷോർട്ടേജ് ആണ് കമ്പനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഷോർട്ടേജ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈ സെല്ലിംഗ് ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അപ്പൊ നമ്മുടെ കൈവശമുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് നമുക്ക് വേണമെങ്കിൽ വിറ്റ് ആ ഷോർട്ടേജ് നികത്താനായിട്ട് പറ്റും. വൈൽ കൂടാതെ തന്നെ ഇനി എക്സസ് ക്യാഷ്, അപ്പൊ ഈ കോസ്റ്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോഫിറ്റബിൾ ഒരു എക്സസ് പൊസിഷൻ ആണ്, എക്സസ് ക്യാഷ് പൊസിഷൻ ആണ് അവിടെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത് എങ്കിൽ ആ എക്സസ് ക്യാഷ് കോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ വഴിയായിട്ട് പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് അവിടെ കോസ്റ്റ് ഓഫ് ക്യാഷ് ബാലൻസ് എന്നുള്ള രീതിയിൽ ഇവിടെ പറയും. Then the third one is cash cycle. Cash cycle of a business is another important factor for determining cash requirement. ക്യാഷ് റിക്വയർമെന്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന അവസരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന, ഫിനാൻസ് മാനേജർ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, അല്ലെ ഒരു പാരാമീറ്റർ ആണ് ക്യാഷ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്യാഷ് സൈക്കിളിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ക്യാഷ് സൈക്കിൾ റെപ്രസെന്റ്സ് ഡ്യൂറേഷൻ required to get the amount invested in current asset back in form of cash. അപ്പൊ നമ്മൾ അതന്നെ ഉദ്ദേശിക്കുന്നത് കറണ്ട് അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ക്യാഷ് ആയിട്ട്, ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടാനായിട്ട് എത്ര നാള് എടുക്കുന്നുണ്ട്, അതാണ് ക്യാഷ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. If the cash cycle is lengthy, cash cycle lengthy ആണ് എന്ന് വരികിൽ naturally the firm should maintain more liquid cash. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം, ഒരു 10 കൊല്ലത്തിന് ശേഷം നമ്മൾ ഇപ്പം മുടക്കുന്ന പൈസ, നമ്മൾ അല്ലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ നമുക്ക് കിട്ടുന്നത് ഒരു 10 കൊല്ലത്തിന് ശേഷം അല്ലെ 20 കൊല്ലത്തിന് ശേഷമേ അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിക്കാണ് ആ ഒരു പീരീഡ് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ, അപ്പം if the cash cycle is lengthy one, നാച്ചുറലി സ്വാഭാവികമായിട്ടും ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? കൂടുതൽ ലിക്വിഡ് ക്യാഷ് അവരെന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മൾ മുടക്കിയ പൈസ പെട്ടെന്ന് റിക്കവർ ചെയ്ത് കിട്ടത്തില്ലാത്തതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ ഫർദർ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യം വരും. എന്നാൽ ക്യാഷ് സൈക്കിൾ ഷോർട്ട്ലി ആണ്, വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ മുടക്കിയ പൈസ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നു എന്ന് വരികിൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ലിക്വിഡ് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Then the fourth factor is credit policy. A firm which follows a liberal credit policy needs more liquid cash. ലിബറൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് പോളിസി ഫോളോ ചെയ്യുന്ന ഫേമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ലിക്വിഡ് ക്യാഷിന്റെ ആവശ്യം വരും. കാരണം ബിക്കോസ് ഇൻ സച്ച് കേസസ് ഡെറ്റ് കളക്ഷൻ റിക്വയർസ് ലോങ് ഡ്യൂറേഷൻ. കാരണം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത്തരത്തിലുള്ള സിറ്റുവേഷൻ ലെവൽ ക്രെഡിറ്റ് പോളിസി ലിബറൽ ആയിട്ട് പോവുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന അല്ലെ ക്രെഡിറ്റ് കസ്റ്റമേഴ്സിന് നമ്മൾ വളരെ ലിബറൽ ആയിട്ടുള്ള ക്രെഡിറ്റ് കണ്ടീഷൻസുകളാണ് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അത്രയും നാളത്തിന് ശേഷമേ ആ ഒരു ലോങ് ഡ്യൂറേഷൻ കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡെറ്റ് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേന് ഈ ഡെറ്റ് ലോങ് ഡ്യൂറേഷനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഡെറ്റ് കളക്ഷൻ ചെയ്ത് വരുന്ന ആ ഒരു പീരീഡിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യം വരും. എന്നാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ഫോളോ ചെയ്യുന്ന ഫേംസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫർദർ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം അവിടെ വരുന്നില്ല. അവർ ആ സ്ട്രിക്റ്റിൽ ഫോളോ ചെയ്യുന്ന കണ്ടീഷൻ പ്രകാരം, ഡെറ്റ് കണ്ടീഷൻസ് പ്രകാരം 3 or 4 months അല്ലെ 5 months കൊണ്ട് അല്ലെ റിക്കവർ ചെയ്തെടുക്കാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ട് എന്ന് വരികില്ല, അല്ലെ ഡെറ്റ് തിരിച്ച് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വരികില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിക്ക് അവർക്ക് ഫണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ദർ ഈസ് നോ നീഡ് ഫോർ റേസിംഗ് ഫർദർ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ക്യാഷ്, ലിക്വിഡ് ക്യാഷ്. പിന്നെ പേയ്മെന്റ് പോളിസിയുടെ കേസ്. പേയ്മെന്റ് പോളിസി എന്ന് പറയുമ്പോഴത്തേന് ഫേംസ് ഡിഫർ ഇൻ ദെയർ പേയ്മെന്റ് പോളിസീസ്. ഓരോ ഫേംസും പല തരത്തിലുള്ള പേയ്മെന്റ് പോളിസീസുകളായിരിക്കും അഡോപ്റ്റ് ചെയ്യുക. For example, some companies make weekly wage payment. ചില കമ്പനീസിൽ ഇപ്പം വീക്ക്ലി വേജ് പേയ്മെന്റ് ആയിരിക്കും നടത്തുക. വേജസ് കൊടുക്കുമ്പോഴത്തേക്കിന് വീക്ക്ലി ബേസിസിലായിരിക്കും വേജസ്
കൊടുക്കുക. അല്ലെങ്കിൽ ചില കമ്പനീസുകളാണെങ്കിൽ ചിലപ്പം ഫോർനൈറ്റ്ലി അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലായിരിക്കും എന്ത് ചെയ്യുക, വേജസ് കൊടുക്കുക. അപ്പം ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ആ ഒരു ക്വാണ്ടിറ്റിയെ, വോളിയം ഓഫ് ക്യാഷിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. അതായത് വീക്ക്ലി ബേസിസിൽ പേയ്മെന്റ് പോളിസി അഡോപ്റ്റ് ചെയ്യുന്ന ഫേംസിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ മന്ത്ലി ബേസിസിൽ പേയ്മെന്റ്സ് വേജസ് പേ ചെയ്യുന്ന പേയ്മെന്റ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്ന ഫേംസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും വ്യത്യാസമായിരിക്കും അവരുടെ രണ്ടുപേരുടെയും വോളിയം ഓഫ് ക്യാഷ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടു ബി മെയിൻറ്റെയിൻഡ്. ഓക്കെ, അപ്പൊ ഇത് ഈ പറഞ്ഞ കൂടാതെ തന്നെ ഇപ്പൊ പേയ്മെന്റ് പോളിസിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇൻ അഡീഷൻ ടു ദി എബവ് ഫാക്ടേഴ്സ്, പ്രോഡക്റ്റിന്റെ നേച്ചർ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസുമായിട്ടുള്ള ലിങ്കേജസുകൾ, അതുപോലെ തന്നെ ബിസിനസിന്റെ ഫേമിന്റെ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെ സൈസ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്, ലാർജ് സ്കെയിൽ ആണോ സ്മോൾ സ്കെയിൽ ആണോ, അപ്പൊ ഇതൊക്കെ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സുകളാണ്. ഈ മേൽപ്പറഞ്ഞ പോയിന്റ്സുകൾ കൂടാതെ ഈ അതർ പോയിന്റ്സുകളും എന്താക്കി കൺസിഡർ ചെയ്യാവുന്നതാണ്, കൺസിഡേർഡ് ആസ് എ പാരാമീറ്റർ while deciding cash requirement of a firm. So we can summarize the factors determining cash requirements of a firm point out as cash inflows and outflows, cost of cash balance, cash cycle, credit policy, payment policy. Along with these factors, in addition to above, nature of product, distribution channel linkages, size of operation of business firms are also considered as the parameters while deciding or determining cash requirement of a firm. Then moving on to the essentials of cash management. To be noted that efficient cash management is the outcome of discharging the following vital functions of cash management. അതായത് അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു 4 ഫങ്ഷൻസ് ഉണ്ട്, ക്യാഷ് മാനേജ്മെന്റ് വൈറ്റൽ ഫങ്ഷൻസ്. വളരെ പ്രോപ്പർലി ഡിസ്ചാർജ് ചെയ്ത് അല്ലെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെയുള്ള ഒരു റിസൾട്ട് ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെ ഈ ഫങ്ഷൻസ് പ്രോപ്പർലി ഫോളോ ചെയ്തു എങ്കിൽ മാത്രമേ അവിടെ ക്യാഷ് മാനേജ്മെന്റ് എഫിഷ്യൻ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഒരു എഫിഷ്യന്റ് ക്യാഷ് മാനേജ്മെന്റിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ ഓർ ഫങ്ഷൻസ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒന്ന്, മാനേജിങ് ക്യാഷ് ഫ്ലോ ഓർ മാനേജിങ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ബൈ അപ്ലൈയിങ് ഡിഫറെന്റ് ടെക്നിക്സ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ്. ക്യാഷ് മാനേജ്മെന്റ് പല ടെക്നിക്സുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ക്യാഷിന്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. 2, ക്യാഷ് പ്ലാനിങ് ബൈ വേ ഓഫ് പ്രിപ്പയറിംഗ് ക്യാഷ് ബജറ്റ്സ്. ക്യാഷ് ബജറ്റ്സ് പ്രിപ്പയർ ചെയ്ത് അതിലൂടെ എന്താണ് ക്യാഷ് പ്ലാനിങ് നടത്തുക. അതുപോലെ തന്നെ maintenance of optimum cash balance based on different cash management models adopted. വേരിയസ് ക്യാഷ് മാനേജ്മെന്റ് മോഡൽസുകൾ അഡോപ്റ്റ് ചെയ്യുന്നതിന്റെ അല്ലെ ആ മോഡൽസിന്റെ ബേസിസിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ ഒരു ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എത്ര മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിന്മേലൊരു പ്രോപ്പർ ഡിസിഷൻ അവിടെ എടുക്കാൻ പറ്റുന്നതാണ്. ദെൻ investment of surplus cash or investment of surplus fund. നമുക്ക് അഡീഷണൽ എക്സസ് വരുന്ന സർപ്ലസ് ക്യാഷ് അത് ഏത് രീതിക്കാണ് നമ്മൾ ഈ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി ഏത് രീതിക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ 4 ഫങ്ഷൻസുകൾ അല്ലെ ആണ് ക്യാഷ് മാനേജ്മെന്റ്, ഒരു എഫിഷ്യന്റ് ക്യാഷ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നു. From the above discussed essentials of cash management, we are now dealing with the managing cash flows. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്.
Second point. Look at the page number 245 in your textbook under heading Techniques of Cash Management. In that paragraph, it is pointed out that efficiency in cash management or effective cash management is possible only by following speeding up collections and getting maximum duration for payments. Cash management efficiently നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് പറയണമെങ്കിൽ അല്ലെ അത് പോസിബിൾ ആകണമെങ്കിൽ ബിസിനസ് ഫേംസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാനുള്ള കളക്ഷൻസ് ഡെറ്റ് കളക്ഷൻസുകൾ എത്രയും പെട്ടെന്ന് ഒരു സ്ട്രിക്റ്റ് ക്രെഡിറ്റ് പോളിസിയിലൂടെ തന്നെ എന്ത് ചെയ്യുക കളക്ഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പേയ്മെന്റ് പോളിസീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ കൊടുക്കാൻ പേയ്മെന്റ് പോളിസീസ് ഫോളോ ചെയ്യുമ്പോഴത്തേക്കിന് എത്രയും മാക്സിമം ഡ്യൂറേഷൻ എടുത്ത് ആണോ അല്ലെ എത്രയും ഡിലേ ചെയ്ത് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്കുള്ളൊരു പോളിസി അഡോപ്റ്റ് ചെയ്യും. അതായത് കിട്ടുന്നത് എളുപ്പം കിട്ടണം, പേയ്മെന്റ് കൊടുക്കുന്നത് എത്രയും ഡിലേ ചെയ്ത് അല്ലെ എത്രയും മാക്സിമം ഡ്യൂറേഷൻ എടുത്ത് കൊടുക്കാൻ പറ്റുക. അപ്പൊ അത്രയും നാൾ നമുക്ക് എന്ത് ചെയ്യും, ക്യാഷ് നമുക്ക് ലിക്വിഡ് ക്യാഷ് കയ്യിൽ വെക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ മാത്രമേ അല്ലെ ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ ഒരു എഫിഷ്യന്റ് ക്യാഷ് മാനേജ്മെന്റ് പോസിബിൾ ആകൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ രണ്ട് വേർഡിങ്സ് ആണ് അവിടെ വരുന്നത്. എഫിഷ്യന്റ് ക്യാഷ് മാനേജ്മെന്റ് ഈസ് പോസിബിൾ ഓൺലി ബൈ സ്പീഡിംഗ് അപ്പ് കളക്ഷൻസ് ആൻഡ് ഗെറ്റിംഗ് മാക്സിമം ഡ്യൂറേഷൻ ഫോർ പേയ്മെന്റ്സ്. In the second paragraph, we have to point out that finance manager has to ensure that any surplus cash in bank account is immediately transferred to the account where there is a cash shortage. ഒരു ഫിനാൻസ് മാനേജർ ഉറപ്പാക്കേണ്ട കാര്യമാണ്. അത് ഏത് കാര്യത്തിലും ഒരു ആസ് എ ഫിനാൻസ് മാനേജർ എന്ന നിലയിൽ ക്യാഷ് ഡീലിങ്സ് ചെയ്യുമ്പോൾ എവിടെയാണോ സർപ്ലസ് എവിടെയാണോ ഷോർട്ടേജ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഷോർട്ടേജ് ഉള്ള എവിടെയാണോ അങ്ങോട്ടേക്ക് സർപ്ലസ് ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള രീതിക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ്, അപ്പൊ അതിലൂടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യന്റ് കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് ബാങ്ക് അക്കൗണ്ട്സ് ഓഫ് ദി ഫേം. അപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഫേമിന്റെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ സർപ്ലസ് ക്യാഷ് ആണ്, മറ്റേ അടുത്ത് വേറൊരു ബാങ്ക് ആ ഫേമിന്റെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഷോർട്ടേജ് ആണ് എന്നൊരിക്കൽ ഈ ഷോർട്ടേജ് വന്നിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലോട്ട് എത്ര ഷോർട്ടേജ് ആണോ ക്യാഷിൽ വന്നിരിക്കുന്നത്, അക്കൗണ്ട് ഷോർട്ടേജ് ആണോ, അതേ സർപ്ലസ് ക്യാഷ് ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ ഉള്ളത് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷോർട്ടേജ് ഉള്ളിടത്തോട്ട് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, രണ്ടും ഒന്ന് ഷോർട്ടേജ് ഒന്ന് സർപ്ലസ് എന്നുള്ള രീതിക്കല്ല, രണ്ടും സർപ്ലസ് പോയിന്റ് ഓഫ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലൂടെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ അപ്പൊ അതെന്തിലൂടെ സാധ്യമാകുന്നുള്ളൂ, ബൈ ഫോളോയിങ് എഫിഷ്യന്റ് കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് ബാങ്ക് അക്കൗണ്ട്സ് ഓഫ് ദി ഫേം and place of operation will be essential to keep their cash balance at the minimum. അതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന്റെ പ്രോസസ്സിങ്ങിനോടൊപ്പം തന്നെ അഡീഷണലി അവിടെ ഫേം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേം ഷുഡ് ബി ഏബിൾ ടു ഡൈവേർട്ട് ദ ടെമ്പററി ക്യാഷ് സർപ്ലസസ് ഇൻടു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇവർക്ക് ക്യാഷ് സർപ്ലസ് എങ്ങാനും ഉണ്ടാവുകയാണ് എന്ന് വരികില്ല, അല്ലെ സർപ്ലസ് ക്യാഷ് ഉണ്ടാവുകയാണ് എന്ന് വരികില്ല, അല്ലെ ക്യാഷ് ഇൻഫ്ലോസിൽ നിന്ന് ഔട്ട്ഫ്ലോസ് മീറ്റ് ചെയ്തതിന് ശേഷം ഇവർക്ക് എന്തെങ്കിലും സർപ്ലസ് ഫണ്ട് മിച്ചം എക്സസ് ഉണ്ടെന്ന് വരികിൽ അത് വേണമെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഒരു ടെമ്പററി ബേസിസിൽ വേണമെങ്കിൽ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെ ടെമ്പററി ഇൻവെസ്റ്റ്മെന്റിലേക്ക്, അതായത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പോലുള്ളവയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കും എന്നുള്ള, അല്ലെ അതിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ട ഫോർ മീറ്റിംഗ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. നമ്മൾ സ്പെക്കുലേറ്റീവ് മോട്ടീവിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ കിട്ടിയ അവസരം ഓപ്പർച്യൂണിറ്റി മുതൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അതിലൂടെ ഗെയിൻ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കുന്നു. ഇൻ ഷോർട്ട് സിങ്ക്രണൈസിംഗ് ക്യാഷ് ഫ്ലോസ്
ആൻഡ് ആക്സലറേറ്റിംഗ് ക്യാഷ് കളക്ഷൻ. സിങ്ക്രണൈസിങ് ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലോ കുറവും ഔട്ട്ഫ്ലോ കൂടുതലും, അല്ലെ ഇൻഫ്ലോ കൂടുതലും ഔട്ട്ഫ്ലോ കുറവും എന്നുള്ള രീതിക്കല്ല, അത് ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം ക്യാഷ് ഫ്ലോയെ, എന്താ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ബാലൻസ് ചെയ്ത് പോകുന്ന രീതിക്ക് വേണം എന്ത് ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ മാനേജർ അതിന്റെ ആക്റ്റീവ് ഓപ്പറേഷൻസുകൾ ഫുൾഫിൽ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ഫിനാൻസ് മാനേജറുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സിങ്ക്രണൈസ് ദ ക്യാഷ് ഫ്ലോസ്. ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എന്ത് ചെയ്യുക, സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം, ഒരുപോലെ അത് കൊണ്ടുപോകാനായിട്ട് പറ്റണം. എങ്കിലേ അവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസ് അല്ലെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാതെ ഇരിക്കത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആൻഡ് ആക്സലറേറ്റിംഗ് ക്യാഷ് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് കിട്ടാനുള്ള പൈസ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, മേടിച്ചെടുക്കാനായിട്ട്, കളക്ട് ഫ്രം കസ്റ്റമേഴ്സ് അല്ലെ അത് ഓർ ഡെറ്റേഴ്സ്, ദാറ്റ്സ് ദ കേസ് മേ ബി, അത് കളക്ഷൻ എത്രയും പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തെടുക്കുകയാണെന്നുവരികിൽ അതിനനുസരിച്ച് ഇൻഫ്ലോ എന്ത് ചെയ്യാൻ പറ്റുന്നു, ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. That will help the firm to run with optimum cash balance. But synchronizing cash flow and accelerating cash collections will help the firm to run with optimum cash balance. അപ്പോൾ ഈ സിങ്ക്രണൈസിങ് ക്യാഷ് ഫ്ലോ സിങ്ക്രണൈസ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പോയിന്റ് അവിടെ താഴെ പറയുന്നുണ്ട് പാരഗ്രാഫിൽ. എങ്ങനെയാണ് ഇത് സിങ്ക്രണൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ cash inflow and outflow occur in business firm continuously, though the amounts may differ due to many reasons. അപ്പം ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫേമിൽ സ്വാഭാവികമായിട്ടും കണ്ടിന്യൂസ്ലി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, റിസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്സ് ഓഫ് ക്യാഷ്. പക്ഷേ ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, പല കാരണങ്ങളാൽ കൊണ്ട് തന്നെ, അല്ലെ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോയിലെ എമൗണ്ടിൽ എന്തുണ്ടാകും, വ്യത്യാസങ്ങൾ വരാം. അപ്പൊ അവിടെ ഫസ്റ്റ്ലി ഫിനാൻഷ്യൽ മാനേജർ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ മാനേജർ ശ്രദ്ധിക്കേണ്ട അല്ലെ അയാളുടെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടു സിങ്ക്രണൈസ് ദീസ് ഫ്ലോസ് സോ ആസ് ടു അവോയ്ഡ് ദ ഫിനാൻഷ്യൽ ബോട്ടിൽ നെക്ക്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടി അല്ലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഷോർട്ടേജ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോസ്, ക്യാഷ് ഫ്ലോ സിങ്ക്രണൈസ് ചെയ്ത്, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോയെ സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകാൻ ആർക്ക് പറ്റണം, ഫിനാൻസ് മാനേജർക്ക് പറ്റണം. അതുപോലെ തന്നെ ക്യാഷ് കളക്ഷൻ ആക്സലറേറ്റ് ചെയ്യുന്ന കാര്യം രണ്ടാമതൊരു വേർഡിങ് പറയാനും, ക്യാഷ് കളക്ഷൻ ആക്സലറേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഈ ക്യാഷ് കളക്ഷൻ ആക്സലറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻഫ്ലോ സ്പീഡപ്പ് ചെയ്യുന്നതിന് കോമൺലി അഡോപ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ക്യാഷ് ഇൻഫ്ലോ സ്പീഡപ്പ് ചെയ്യാനായിട്ട് അല്ലെ ആക്സലറേറ്റ് ചെയ്യാനായിട്ട് ബിസിനസ് ഫേംസ് കോമൺലി അഡോപ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്റേണൽ കൺട്രോളിംഗ് സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. ഫോർ ടൈംലി റിക്കവറി ഓഫ് ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് ഉള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് പോളിസി ആയിരിക്കും അവർ ഫോളോ ചെയ്യുക. ഒരു പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഡ്ഹറന്റ് ക്രെഡിറ്റ് പോളിസി അവർ ഫോളോ ചെയ്യുമ്പോൾ ഡെറ്റേഴ്സിൽ നിന്ന് കറക്റ്റ് സമയത്ത് തന്നെ എന്ത് ചെയ്യും, ക്യാഷ് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർ സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ്സുകൾ പ്രിപ്പയർ ചെയ്തിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ബിൽസ് റിമൈൻ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൽ നിന്ന് അത് പീരിയോഡിക് സ്റ്റേറ്റ്മെന്റ്സ് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പൊ പീരിയോഡിക് സ്റ്റേറ്റ്മെന്റ്സ് കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ അറിയാം ഇത്ര രൂപ ഇന്ന കമ്പനിക്ക് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ബിൽ പേയ്മെന്റ് നടത്താനായിട്ടുണ്ട്. അപ്പൊ അത് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്, ഇത്ര നാളുകൊണ്ട് ഇത് തിരിച്ചടയ്ക്കണം എന്നുള്ള രീതിക്ക് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവർക്ക് അയച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻസെന്റീവ്സുകളോ ഡിസ്കൗണ്ട്സുകളോ ഒക്കെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യും ഫോർ പ്രോംപ്റ്റ് പേയ്മെന്റ്, പെട്ടെന്ന് അവർ പൈസ അടയ്ക്കാനായിട്ട്. അതായത് ഡെറ്റേഴ്സിന് ക്രെഡിറ്റ് അവെയിൽ ചെയ്ത പീരീഡിൽ കുറച്ച് ഒരാഴ്ച മുമ്പ് അല്ലെ ഒരു 15 ദിവസം മുമ്പ് അടയ്ക്കുക, എമൗണ്ട് തിരിച്ച് പേ ചെയ്യുവാണെന്ന് വരികിൽ അവർക്ക് ഇത്ര ശതമാനം ഡിസ്കൗണ്ട് അല്ലെ ഇന്ന ഇൻസെന്റീവ് കൊടുത്തേക്കാം എന്നുള്ള ഒരു രീതിക്ക് ഒരു കണ്ടീഷനൊക്കെ വെക്കുമ്പോഴത്തേക്കും അവര് ഡെറ്റേഴ്സ് നിന്ന് പെട്ടെന്ന് തന്നെ ക്യാഷ് കളക്ട് ചെയ്യാനായിട്ട് അല്ലെ റീഇംബേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അല്ലെ അവരത് പെട്ടെന്ന് തന്നെ
ക്രെഡിറ്റ് പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ അത് തിരിച്ചടയ്ക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നു, നിർബന്ധിതരാകുന്നു എന്നുള്ളതും അവര് സൂചിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ പറയുന്നത് ചെക്സ് ഓർ ഡ്രാഫ്റ്റ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്ന ചെക്സോ ഡ്രാഫ്റ്റുകളോ ഇതുപോലൊക്കെ അതൊക്കെ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാണ്, അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്ന് വരികിൽ അൺനെസസറി ആയിട്ടുള്ള കളക്ഷൻ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചില കോമൺ ആയിട്ടുള്ള ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ് ഫേംസ് അവരുടെ ക്യാഷ് ഇൻഫ്ലോ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെ അതിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് അപ്പ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴത്തെ മോഡേൺ ബാങ്കിങ് ഫെസിലിറ്റീസുകളൊക്കെ നെഫ്റ്റ്, RTGS അതുപോലുള്ള മോഡേൺ ബാങ്കിങ് ഫെസിലിറ്റീസുകളൊക്കെ നിലവിലുള്ള കാലത്ത് ഇപ്പോഴത്തെ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് മൂവ്മെന്റ് ഓഫ് ക്യാഷ്, ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക്, അല്ലെ ഫ്രം വൺ ബ്രാഞ്ച് ടു അനദർ, ക്യാഷ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അത്ര വലിയ താമസമൊന്നും വരുന്നില്ല. ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ എ ഫിനാൻസ് മാനേജർ. ഹൗവർ, എന്നിരുന്നാൽ തന്നെയും ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് ടു നോ, ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് അല്ലെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സ്, മോഡേൺ ബാങ്കിങ് ഫെസിലിറ്റീസുകളിൽ രണ്ടെണ്ണമാണ് ഈ നെഫ്റ്റ് ആൻഡ് RTGS എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ്, മോഡേൺ ഫെസിലിറ്റീസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിന് മുമ്പ് ബിസിനസ് ഫേംസ് അഡോപ്റ്റ് ചെയ്തിരുന്ന ചില ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ടായിരുന്നു ക്യാഷ് കളക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അത് പ്രാക്ടിക്കലി ഇപ്പോഴത്തെ സമയത്ത് അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നു എങ്കിൽ പോലും ഈ RTGSഉം നെഫ്റ്റും പോലുള്ള മോഡേൺ ബാങ്കിങ് ഫെസിലിറ്റീസുകൾ വന്നതോടുകൂടി ട്രഡീഷണൽ ആയിട്ടുള്ള അത്തരം മെത്തേഡ്സുകൾക്ക് പിന്നെ പ്രസക്തി ഇല്ലാതെ, റിലവൻസ് ഇല്ലാതെ പോയിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ചില ഇമ്പോർട്ടൻറ്റ് ട്രഡീഷണൽ മെത്തേഡ്സ് ഓർ ട്രഡീഷണൽ ടെക്നിക്സ് ഫോർ ആക്സലറേറ്റിംഗ് ക്യാഷ് കളക്ഷൻ ഓർ സ്പീഡ് അപ്പ് ക്യാഷ് ഇൻഫ്ലോ ഇൻ ടു ദ ബിസിനസ് ആർ ലോക്ക് ബോക്സ് സിസ്റ്റം, കോൺസെൻട്രേഷൻ മെത്തേഡ് ആൻഡ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ്. ഈ 3 ടെക്നിക്സുകളാണ് അവിടെ പറയുന്നത്. അതാണ് മെത്തേഡ്സ് ഓഫ് ആക്സലറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോയ്ക്കകത്ത് പ്രധാനമായും ആദ്യത്തെ 3 നോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തുവാണ് ഈ ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്? ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 246 കിടപ്പുണ്ട്. Lock box system was introduced in USA in 1947 with the purpose of reducing delay in mail collections. മെയിൽ കളക്ഷൻസ് മെയിൽ കളക്ഷൻസ്, അതായത് കളക്ഷൻസ്, കസ്റ്റമേഴ്സിൽ നിന്നുള്ള കളക്ഷൻസുകൾ, കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ഷൻസ് ഡിലേ ചെയ്യുന്നതിൽ ഡിലേ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് അങ്ങനെയുള്ളൊരു സിസ്റ്റം അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അണ്ടർ ദിസ് സിസ്റ്റം ഫേം എസ്റ്റാബ്ലിഷ് ഓർ ഹയർ പോസ്റ്റ് ഓഫീസ് ബോക്സസ് നിയർ കസ്റ്റമേഴ്സ് ഏരിയ. അതായത് കസ്റ്റമേഴ്സ്, അവരുടെ കസ്റ്റമേഴ്സ് എവിടെയാണ്, ആ കസ്റ്റമേഴ്സിന്റെ ഏരിയ അടുത്ത് ഒരു പോസ്റ്റ് ഓഫീസ്, അടുത്തുള്ള ഏതൊരു പോസ്റ്റ് ഓഫീസ് ഈ ഫേം എന്ത് ചെയ്യാണ്, ഹയർ ചെയ്യാണ്. അല്ലെ അങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് ബോക്സ് എന്ത് ചെയ്യാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. Many boxes may be fixed in the areas where customers of company are concentrated. കമ്പനിയുടെ കസ്റ്റമേഴ്സ് എവിടൊക്കെയാണോ ഉള്ളത് ആ ഏരിയാസുകളിലൊക്കെ ഇതുപോലൊരു പോസ്റ്റ് ഓഫീസ് ബോക്സ് എന്ത് ചെയ്യാണ്, ഫിക്സ് ചെയ്യാണ് ഈ ഫേം. എന്നിട്ട് എന്ത് ചെയ്യാണ്, കസ്റ്റമേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് കളക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ചെക്സുകൾ മെയിൽ ചെയ്യുന്ന സമയം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ ആ ഒരു ടൈം ലാഗ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഡയറക്ട്ലി എന്ത് ചെയ്താൽ മതി, ഇവര് ഓരോ സ്പെസിഫിക് ഏരിയാസുകളിലും ഫിക്സ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഓഫീസ് ബോക്സസിലേക്ക് ഈ ചെക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് ഡയറക്ട്ലി അത് ഫേമിന് അത് മെയിൽ ചെയ്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് അത് ആ ഒരു മെയിലിംഗ് ടൈം കുറയ്ക്കുന്ന, ആ ഡിലേ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ലോക്കൽ ബാങ്ക്സ് ഹു ആർ ഓതറൈസ്ഡ് ഓപ്പൺ, അപ്പൊ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ലോക്കൽ ബാങ്ക്സ് ഉണ്ട്. അതായത് ഈ ബിസിനസ് ഫേംസിന്റെ അവർ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ പോസ്റ്റ് ഓഫീസ് ബോക്സുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള ഒരു ലോക്കൽ ബാങ്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ലോക്കൽ ബാങ്ക് ഏതാണ്, ആ ലോക്കൽ ബാങ്ക് ആണ് ഈ ബോക്സ് ഫ്രീക്വന്റ് ഓപ്പൺ ചെയ്തിട്ട്
ആ ലോഗ് ബോക്സിൽ നിന്ന് ചെക്സുകൾ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. അതായത് കസ്റ്റമേഴ്സ് അതിൽ കൊണ്ട് ഇൻപുട്ട് ചെയ്തിട്ടുള്ള ആ ചെക്സുകൾ ഇവർ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തിട്ട് ആ ബോക്സിൽ നിന്ന് കളക്ട് ചെയ്ത ചെക്സുകളെല്ലാം ഡയറക്ട്ലി ആ ലോക്കൽ ബാങ്കാണ് ബിസിനസ് ഫേമിന്റെ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ എന്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു? ദിസ് ഹെൽപ്സ് ടു സേവ് മച്ച് ടൈം ഇൻ ഗെറ്റിംഗ് ചെക്സ് കളക്റ്റഡ്. അപ്പൊ ചെക്ക് കളക്ഷന് വേണ്ടിയുള്ള ചെക്ക് കിട്ടാനായിട്ടുള്ള സമയം വളരെയധികം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ലാഭിക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പൊ ലോഗ് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന? കളക്ഷൻ, ചെക്ക് കളക്ഷന്റെ മെയിലിംഗ് ടൈം, ചെക്ക് കളക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ചെക്ക് ബിസിനസ് ഫേംസിന് കസ്റ്റമേഴ്സ് മെയിൽ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈം, മെയിലിംഗ് ടൈം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ അതിനൊരു ഓൾട്ടർനേറ്റീവ് വേ എന്നുള്ള രീതിക്ക് അഡോപ്റ്റ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് ലോഗ് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, then to page number 248, രണ്ടാമത്തെ മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട് കോൺസെൻട്രേഷൻ ബാങ്കിങ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, പ്രസന്റ് ഇപ്പോഴത്തെ കോർ ബാങ്കിങ് സിസ്റ്റത്തെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. കോർ ബാങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കിന് പല രാജ്യങ്ങളിലായിട്ട് പല ബ്രാഞ്ചസുകളുള്ള ഒത്തിരി ഫേംസ്, ഒത്തിരി ബ്രാഞ്ചസുകളുള്ള ഒരുപാട് ബിസിനസ് ഫേംസുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫേംസുകൾ അവരുടെ അക്കൗണ്ട്സ് റിസീവബിൾ എത്രയും പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് കോർ ബാങ്കിങ് സിസ്റ്റം അവരെന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ സിസ്റ്റം വഴി അവിടെ എങ്ങനെയാണ് ഇത് ഈ അക്കൗണ്ട്സ് റിസീവബിൾ ഇവർ കളക്ട് ചെയ്യുന്നത്? പല രാജ്യങ്ങളിലായിട്ട് അല്ലെ പല റീജിയൻസുകളിലോ ഒത്തിരി ബ്രാഞ്ചസുകളുള്ള ഫേംസ് ഈ എല്ലാ ബ്രാഞ്ചസുകളിൽ നിന്നും ആയിട്ട് ഈ അക്കൗണ്ട്സ് റിസീവബിൾ കോമൺലി അവരെങ്ങനെ കളക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഫോളോയിങ് അണ്ടർ ദിസ് സിസ്റ്റം കളക്ഷൻ സെന്റേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ മെനി ബ്രാഞ്ചസ് ഓഫ് എ ബാങ്ക്. അപ്പൊ ഈ ഒരു ബാങ്കിന്റെ പല ബ്രാഞ്ചസുകളിലായിട്ട് ഇവർ ഓരോ കളക്ഷൻ സെന്റേഴ്സുകൾ, ഒരു ബാങ്കിന് പല ബ്രാഞ്ചസുകൾ ഉണ്ടാകും, പല റീജിയൻസുകളിലായിട്ട് പല ബ്രാഞ്ചസുകൾ കാണും. അപ്പൊ ഈ ഓരോ ബ്രാഞ്ചസുകളിലും എന്ത് ചെയ്യും, ഈ ഫേം അവരുടെ കളക്ഷൻ സെന്റേഴ്സുകൾ അറേഞ്ച് ചെയ്യും, അല്ലെ കളക്ഷൻ പോയിന്റ്സുകൾ സെറ്റപ്പ് ചെയ്യും. എന്നിട്ട് എന്നെ ചെയ്യുന്നത്, എമൗണ്ട്സ് ഓഫ് കളക്റ്റഡ്, അതായത് ആ കളക്ഷൻ സെന്റർ വഴിയായിട്ട് കളക്ട് ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യണം, ഒറ്റയടിക്ക് കമ്പനിയുടെ സെൻട്രൽ അക്കൗണ്ടിലോട്ട് അല്ലെ ഹെഡ് ഓഫീസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് പല ബ്രാഞ്ചസുകളിൽ നിന്നായിട്ട് ഇവര് കളക്ഷൻ സെന്റേഴ്സിലേക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് കമ്പനിയുടെ മെയിൻ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ whenever a customer makes payment to local collection center, അപ്പൊ ഒരു കസ്റ്റമർ ഇപ്പം ഡയറക്ട്ലി ആ ഫേമിന്റെ സെൻട്രൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിഫിക്കൽട്ടി അവിടെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കസ്റ്റമർ അയാളുടെ അടുത്തുള്ള കളക്ഷൻ സെന്റർ ഏതാണോ ആ കളക്ഷൻ സെന്ററിൽ കൊണ്ട് അയാൾ പേയ്മെന്റ് നടത്തുമ്പോൾ ആ നടത്തിയ പേയ്മെന്റ് അല്ലെ കസ്റ്റമർ അടച്ച എമൗണ്ട് എത്രയാണോ ആ പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി തന്നെ ട്രാൻസ്ഫർ ടു ദി സെൻട്രൽ അക്കൗണ്ട് ഓഫ് ദി ഫേമിന്റെ സെൻട്രൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ബൈ വേ ഓഫ് കളക്ഷൻ സെന്റർ. ഓക്കെ, അതാണ് ഈ കോൺസെൻട്രേഷൻ ബാങ്കിങ് അല്ലെ കോർ ബാങ്കിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞ മെത്തേഡാണ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്നത്. ഇതൊരു മോഡേൺ മെത്തേഡാണ്, ക്വിക്ക് ഫണ്ട് ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡേൺ മെത്തേഡാണ് ഈ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്നത്. ഇൻഫാക്ട് നെഫ്റ്റ് RTGS ഫംഗ്ഷൻ ഒക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസിന്റെ സഹായത്തോടു കൂടിയാണ്. അതൊരു നാഷണൽ വൈഡ് നെറ്റ്വർക്ക് ആണ് ഈ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. അതിന്റെ സഹായത്തോടു കൂടിയാണ് ഈ നെഫ്റ്റ് അതുപോലെ തന്നെ RTGS പോലുള്ള ഫണ്ട് ട്രാൻസ്ഫറിങ് ഒക്കെ നടത്തുന്നത്. ഇപ്പൊ യൂസിങ് ദിസ് നെറ്റ്വർക്ക് ക്ലിയറിംഗ്, അപ്പൊ ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്ലിയറിംഗ് ഹൗസസ് ട്രാൻസ്ഫർ ദ എമൗണ്ട് ഓഫ് ക്ലയന്റ് ഫ്രം വൺ ബാങ്ക് ടു അനദർ വിത്തൗട്ട് സെൻഡിങ് ചെക്ക് ഫോർ കളക്ഷൻ. ഇപ്പൊ കളക്ഷൻ പർപ്പസിന് വേണ്ടി ചെക്ക് ഇഷ്യൂ ചെയ്യാതെ തന്നെ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഒരു ക്ലയന്റിന് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ക്ലയന്റിന്റെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ട്രാൻസ്ഫറിംഗ് ഫങ്ഷൻസ് ഒരു പരിധി വരെ എന്തിനു സഹായിക്കുന്നു? ഇറ്റ് ഹെൽപ്സ് ടു മൂവ് ഫണ്ട് ടു ദി അക്കൗണ്ട് ഓഫ് കമ്പനി വിത്തൗട്ട് ലോസ് ഓഫ് ടൈം ഫ്രം എനി പാർട്ട് ഓഫ് ദി വേൾഡ്. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും യാതൊരു സമയവും
ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് കസ്റ്റമേഴ്സിന് അല്ലെ ക്ലയൻസിന് ഡയറക്ട്ലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏത് RTGS NEFT ഫംഗ്ഷൻ along with the ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് ഓപ്പറേഷൻ വഴി സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് സ്ലോയിങ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് മെത്തേഡ്സ് ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേയ്മെന്റ്സ് കുറച്ചും കൂടെ ഡിലേ ചെയ്ത് മാക്സിമം ഡ്യൂറേഷനിൽ ഡിലേ ചെയ്തുകൊണ്ട് പേയ്മെന്റ് നടത്താൻ ശ്രമിക്കുന്ന ഒരു രീതി. അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ ഒത്തിരി പെട്ടെന്ന് കൊടുക്കാതെ പതുക്കെ സമയമെടുത്ത് നമുക്ക് ഡിസ്പേഴ്സ് ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് ആ ഒരു രീതിക്ക് മെത്തേഡ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ എന്തും സാധിക്കത്തുള്ളൂ, ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ക്യാഷ് ഔട്ട്ഫ്ലോ മാനേജ് ചെയ്യുന്നത്? along with the step അപ്പൊ സ്പീഡി നമ്മളിപ്പോ മണി സ്പീഡ് ക്യാഷ് ഇൻഫ്ലോ എങ്ങനെയാണ് സ്പീഡിലി ആക്സലറേറ്റ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റെപ്സിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പേ ഡിസ്കസ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഫേം ഷുഡ് മാനേജ് ദ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആസ് വെൽ. അതേപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോയും എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ ഫേമിന് സാധിക്കണം. എങ്കിൽ മാത്രമേ ഓപ്പർച്യൂണിറ്റി ലോസ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ക്യാഷ് പേയ്മെന്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ബെറ്റർ ക്യാഷ് മാനേജ്മെന്റ് പ്രോസസ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഫിനാൻസ് മാനേജർ ഷുഡ് ട്രൈ ടു, അപ്പൊ ഒരു ഫിനാൻസ് മാനേജറെ സംബന്ധിച്ചിടത്തോളം പേയ്മെന്റ് ഏതായാലും കൊടുക്കാനുണ്ട്, എന്നാൽ അത് ഒരു വീക്കിനുള്ളിൽ കൊടുക്കുന്നതും ഒരു മാസത്തിനുള്ളിൽ കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു വീക്ക്, അപ്പൊ നമ്മൾ ഫിനാൻസ് മാനേജർ ശ്രമിക്കുന്നത് എങ്ങനെയാ, ഒരു മാസം 1 വീക്ക് ആൻഡ് 1 മന്ത് ഓപ്ഷൻ ഒരു ഓപ്ഷനാണ് എന്ന് ഒരിക്കല് 1 വീക്ക് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കത്തില്ല. 1 മന്ത് കൊണ്ട് കൊടുത്തു തീർത്താൽ മതി എന്നുള്ള രീതിക്ക് ഡിസ്പേഴ്സ്മെന്റ് പ്രോസസ് അയാൾ ഫോളോ ചെയ്യുന്നു. ഇപ്പൊ ഫിനാൻസ് മാനേജർ ഷുഡ് ട്രൈ ടു സ്ലോ ഡൗൺ പേയ്മെന്റ്സ് ബട്ട് വിത്തൗട്ട് ഇൻ എനി വേ ഹാമിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് സപ്ലൈസ്. അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരാഴ്ചത്തെ സമയം അല്ലെ ഒരു മാസത്തെ സമയം, മാക്സിമം ഒരു മാസത്തെ സമയമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് കൊടുക്കാം, 2 ആഴ്ച കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ 4 ആഴ്ച കൊണ്ട് ഒരു മാസം കൂട്ടിയാൽ കൊടുത്താലും മതി. അത് പക്ഷേ ചെയ്യുമ്പോൾ എത്രയും ലേറ്റ് ആയിട്ട് കൊടുക്കാവോ അത്രയും ലേറ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തത്തുള്ളൂ. പക്ഷേ ലേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതൊരിക്കലും സപ്ലയേഴ്സിന്റെ അല്ലെ ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ അഫക്ട് നെഗറ്റീവ്ലി റിമാർക്ക് ചെയ്യുന്ന രീതിക്കായി പോകരുത്, അവർക്കതൊരു നഷ്ടമായി പോകരുത് എന്നുള്ള രീതിക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Okay, but there are different methods by which payment can be delayed without losing the credibility of the firm. ഇപ്പൊ ഫേമിന്റെ ഗുഡ്വിൽ അല്ലെ ഫേമിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്താതെ തന്നെ ഫിനാൻഷ്യൽ പേയ്മെന്റ് ഡിലേ ചെയ്യിപ്പിക്കാൻ പല വഴികളുണ്ട്. അതിൽ ഒന്നാമത്തെ വഴിയാണ് സെൻട്രലൈസ്ഡ് ക്യാഷ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഈ സെൻട്രലൈസ്ഡ് ക്യാഷ് പേയ്മെന്റ് സിസ്റ്റം വഴി എന്ന് പറയുമ്പോഴത്തേന് എല്ലാ റിസീപ്റ്റ്സും നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് റിസീപ്റ്റ്സുകളെല്ലാം തന്നെ നമ്മുടെ സെൻട്രൽ അക്കൗണ്ടിലോട്ട് അല്ലെ ഹെഡ് ഓഫീസിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഹെഡ് ഓഫീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ഹെഡ് ഓഫീസ് വഴിയായിരിക്കും എല്ലാ പേയ്മെന്റ്സും എന്ത് ചെയ്യുക, പല ഡിഫറെന്റ് പാർട്ടീസിലേക്ക് പേയ്മെന്റ്സുകൾ ഫുൾഫിൽ ചെയ്യുക. അപ്പൊ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കോണം, എത്ര ട്രാൻസാക്ഷനെ റിലേറ്റ് ചെയ്തുള്ള റിസീപ്റ്റ്സുകളാണോ കിട്ടാനുള്ളത് ആ റിസീപ്റ്റ്സുകളെല്ലാം കിട്ടി അത് സെൻട്രൽ ഓഫീസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ക്യാഷ് ഡിസ്പേഴ്സ്മെന്റ് അവിടെ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ 2 ഓപ്പറേഷനും നടക്കാനുള്ള ആ ടൈം ഗ്യാപ്പ്, അതായത് റിസീപ്റ്റ്സുകളെല്ലാം സെൻട്രൽ അക്കൗണ്ടിലോട്ട് ചെന്ന് എത്തിച്ചേരാനും സെൻട്രൽ ഓഫീസിൽ നിന്ന് ഡിഫറെന്റ് ക്രെഡിറ്റേഴ്സിലേക്ക് പേയ്മെന്റ്സ് ഡിസ്പേഴ്സ് ചെയ്യാനും എടുക്കുന്ന ആ ഒരു സമയമുണ്ട്, അതിന് രണ്ടിനും ഇടയിൽ എടുക്കുന്ന ഒരു സമയം, it would be negligible but the firm gets sufficient time to arrange cash as per the gap. അപ്പൊ ആ കിട്ടുന്ന ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പിനുള്ളിൽ തന്നെ അവർക്ക് ഫേമിന് ആവശ്യത്തിനനുസരിച്ചുള്ള ഫർദർ ക്യാഷ് വേണമെങ്കിൽ വേറെ എവിടുന്നേലും ഫ്രം അനദർ സോഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് സെൻട്രലൈസേഷൻ ഓഫ് ക്യാഷ് പേയ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. 2, അവോയ്ഡൻസ് ഓഫ് ഏർലി പേയ്മെന്റ്. അതായത് എത്ര പെട്ടെന്ന് കൊടുക്കുന്ന ഏർലി പേയ്മെന്റ്സ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക.
അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പേയിങ് ഓൺ ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് ക്രെഡിറ്റ് പീരീഡ് എത്രയാണ്, അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. അതായത് early payment of money must be avoided as far as possible. പോസിബിൾ എങ്കിൽ നമ്മൾ എത്രയും നേരത്തെ പൈസ കൊടുക്കുന്നത് ഒഴിവാക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു അതിന്റെ അഡ്വാൻറ്റേജ് ഓഫ് അവിടെ പറയുന്ന കാര്യം, ദ അഡ്വാൻറ്റേജ് ഓഫ് ഒബ്റ്റെയിനിങ് ക്യാഷ് ഡിസ്കൗണ്ട് will be quite often negligible compared to the disadvantages of making ready payment. അപ്പൊ ആ ഒരു രീതിക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അവോയ്ഡൻസ് ഓഫ് ഇയർലി പേയ്മെന്റ്. അപ്പൊ നമുക്കൊരു മാസത്തെ ക്രെഡിറ്റ് പീരീഡ് ആണ് അനുവദിച്ചിരിക്കുന്നത് എന്ത് വരികില്ല, അപ്പൊ ആ ക്രെഡിറ്റ് പീരീഡിന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തേക്കാം എന്ന് വിചാരിക്കരുത്. അതിന്റെ ലാസ്റ്റ് ക്രെഡിറ്റ് പീരീഡ് അവസാനിക്കുന്ന എക്സ്പയർ ചെയ്യുന്ന ആ ലാസ്റ്റ് ഡേ എന്നാണോ അന്ന് കൊടുക്കാവുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്യാഷ് മറ്റൊന്നിനു മേൽ ചെലവാക്കുന്നില്ല, അതിനെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസസ് വേണ്ടി ഉപയോഗിച്ച് ഫർദർ മുന്നോട്ട് വരുന്ന ട്രാൻസാക്ഷൻ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വേറൊരു ആസ് പെർ ദി റിക്വയർമെന്റ് ക്യാഷ് റിക്വയർമെന്റ് ഒരുക്കാനായിട്ട് അവർക്ക് സാധിക്കും. പിന്നെ പറയുന്നതാണ് ഫ്ലോട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, മേക്കിംഗ് യൂസ് ഓഫ് ഫ്ലോട്ട്. അതായത് ക്യാഷ് ബാലൻസ് ആസ് ഷോൺ ബൈ അക്കൗണ്ട്സ് നീഡ് നോട്ട് ബി ഈക്വൽ ടു ക്യാഷ് ബാലൻസ് ആക്ച്വലി ഇൻ ഹാൻഡ്. അക്കൗണ്ട്സിൽ കാണുന്ന ക്യാഷ് ബാലൻസും നമ്മുടെ കയ്യിൽ ആക്ച്വലി ഉള്ള ക്യാഷ് ബാലൻസും ഈക്വൽ ആകണമെന്നില്ല. അപ്പം സച്ച് ഡിഫറൻസ് ആർ ക്വൈറ്റ് കോമൺ. അത് ബിസിനസ് ഫേംസിന്റെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും കാണപ്പെടുന്ന ഒരു ഡിഫറൻസ് ആണ്. അക്കൗണ്ടിലെ ക്യാഷ് ബാലൻസിൽ ചിലപ്പം 1 ലക്ഷം ഉണ്ടായിരിക്കും, പക്ഷെ കയ്യിൽ ചിലപ്പോൾ 80,000 രൂപ കാണത്തുള്ളൂ ക്യാഷ് ആയിട്ട്. അപ്പൊ സ്വാഭാവികമാണ്, പല കാരണങ്ങളാൽ കൊണ്ട് തന്നെ അങ്ങനെ ഒരു വേരിയേഷൻ അവിടെ ഉണ്ടാകും. അപ്പൊ ആ ഒരു വേരിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ അവൈലബിൾ ക്യാഷ് ബാലൻസ് ഇൻ ഹാൻഡ് ആൻഡ് ദ ബാലൻസ് ഷോൺ ബൈ ബുക്ക്, അതായത് ലെഡ്ജർ ബുക്കിൽ കാണപ്പെടുന്ന ബാലൻസും നമ്മുടെ കൈവശമുള്ള ക്യാഷ് ബാലൻസും തമ്മിലുള്ള വ്യത്യാസമാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ചെക്ക് ഇഷ്യൂ, അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയം മുതൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം, അത് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ അത് അക്കൗണ്ടിലോട്ട് അതിന്റെ എഫക്റ്റ് വരത്തുള്ളൂ. ചെക്ക് ഇഷ്യൂ ചെയ്തു ബാങ്കിൽ, ബട്ട് നോട്ട് ക്ലിയർ എന്ന് പറഞ്ഞാൽ ക്ലിയറിങ്ങിന് വേണ്ടി അത് എടുത്തിട്ടില്ല, ക്ലിയറിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ക്ലിയറിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയാലേ അത് നമ്മുടെ അക്കൗണ്ടിൽ അതിന്റെ എഫക്റ്റ് വരത്തുള്ളൂ. ക്ലിയറിംഗ് പ്രോസസ്സ് എത്ര നാൾ കൊണ്ടാണോ കംപ്ലീറ്റ് ആകുന്നത്, ആ എടുക്കുന്ന ടൈം ഗ്യാപ്പിനെയാണ് ഫ്ലോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫ്ലോട്ട് അതെപ്പോഴും ഇൻ ഡേയ്സിലാണ് നമ്മളവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, 2 തരത്തിലുള്ള ഫ്ലോട്ടുകളാണുള്ളത്. ഡിസ്പേഴ്സ്മെന്റ് ഫ്ലോട്ട് കൊണ്ട് കളക്ഷൻ ഫ്ലോട്ട് കൊണ്ട്. ഈ ഡിസ്പേഴ്സ്മെന്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ അത് പേയ്മെന്റിന് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടില്ല എന്ന് വരികിൽ, അല്ലെ പേയ്മെന്റ് അത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ് ഫോർ പേയ്മെന്റ്, അതിന്റെ പേയ്മെന്റ് പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് വരികിൽ, ആ ഒരു എത്ര നാള് കൊണ്ടാണോ അത് കംപ്ലീറ്റ് ആകുന്നത് അന്നേരമേ നമ്മുടെ ഫേമിന്റെ അക്കൗണ്ടിൽ നിന്ന് അതിന്റെ എഫക്റ്റ് അവിടെ ഉണ്ടാകത്തുള്ളൂ, പേയ്മെന്റ് അവിടെ കുറയത്തുള്ളൂ. അപ്പൊ ആ എടുക്കുന്ന ടൈമാണ് ഡിസ്പേഴ്സ്മെന്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് when a check is issued by the paying firm ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ നമ്മുടെ ഇഷ്യൂ ചെയ്തെങ്കിലും ഫേമിന്റെ ബാങ്ക് ബാലൻസിൽ നിന്ന് ഉടനെ തന്നെ അതേ എമൗണ്ട് അതിന്റെ റെഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം ചെക്ക് ഈസ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ബൈ ദി ബാങ്ക്. അതാണ് അവിടുത്തെ കാര്യം. അപ്പൊ ആ ഒരു എടുക്കുന്ന ഒരു ടൈം ഗ്യാപ്പ്, അത് പ്രസന്റ് ചെയ്യാനായിട്ട് അതിന്റെ പ്രസന്റിങ് പ്രോസസ്സിന് എടുക്കുന്ന ആ ഒരു ടൈം ഗ്യാപ്പ്, അതാണ് ഡിസ്ബേഴ്സ്മെന്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കസ്റ്റമറിൽ നിന്ന് നമുക്ക് കിട്ടിയ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത ഉടനെ നമ്മുടെ ബാങ്കിൽ ആ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അതിന്റെ എഫക്റ്റ് വരത്തില്ല. അതിന്റെ ക്ലിയറിംഗ് പ്രോസസ്സ് ബാങ്ക് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അക്കൗണ്ടിൽ നമ്മുടെ അതിന്റെ എഫക്റ്റ് വരത്തുള്ളൂ. അപ്പം ചെക്ക് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ബട്ട് യു ആർ നോട്ട് അറ്റ് ക്ലിയർ, അത് ക്ലിയർ ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു ടൈം, അതാണ് കളക്ഷൻ ഫ്ലോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൺലി ഡിസ്കസ്ഡ് ഹിയർ. സോ മാനേജിങ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നതിനകത്ത് 2 വേർഡിങ്സുകളാണ്, അല്ലെ 2 ടോപ്പിക്സുകളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് സിങ്ക്രണൈസിങ് ക്യാഷ് ഫ്ലോ,
or accelerating cash inflow and slowing down cash outflow. Cash inflow ആക്സലറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷിന്റെ ഇൻഫ്ലോ സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പീഡിലി അത് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിരുന്ന ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ബോക്സ് സിസ്റ്റം, കോൺസെൻട്രേഷൻ ബാങ്കിങ്, ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ്. എന്നാൽ ഇതിന് മുമ്പ് ഈ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്ന ഇറ്റ്സ് മോഡേൺ ബാങ്കിങ് ഫെസിലിറ്റീസുകളൊക്കെ നെഫ്റ്റ് RTGSകളൊക്കെ ഇതുപോലുള്ള മോഡേൺ ബാങ്കിങ് ഫെസിലിറ്റീസുകളൊക്കെ ഈ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത് ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നിക്കും ഉണ്ട്, മോഡേണും ഉണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത മെത്തേഡ്സിന്റെ ലോക്ക് ബോക്സ് സിസ്റ്റവും കോൺസെൻട്രേഷൻ ബാങ്കിങ് എന്ന് പറയുന്ന both are traditional methods of speeding up cash inflow into the business, and the other instead automated clearing house എന്ന് പറയുന്നത് it's a modern technique. അതാണ് ഇപ്പൊ റിലവൻസ് ഉള്ളത്. Then managing outflow of cash, അതായത് മണി കളക്ഷൻ സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സിനൊപ്പം തന്നെ ഫേംസ് ക്യാഷ് ആൻഡ് ഔട്ട്ഫ്ലോ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നതിന് ശ്രമിക്കണം. ക്യാഷ് ഔട്ട്ഫ്ലോ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സ്റ്റെപ്സുകൾ അവിടെ പറയുന്നുണ്ട്, അല്ലെ ചില മെത്തേഡ്സുകൾ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. 3 ഒന്ന് സെൻട്രലൈസേഷൻ ഓഫ് പേയ്മെന്റ്, 2 പേയിങ് ഓൺ ലാസ്റ്റ് ഡേറ്റ് അതല്ലെങ്കിൽ അവോയ്ഡൻസ് ഓൺ early payments, and float management. Okay.